ഈ ഐഎംസിൽ 30 ലക്ഷം 18 ലക്ഷം അങ്ങനെ ആവറേജ് പാക്കേജസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഹൈയസ്റ്റ് ഇയർലി പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 crore 1.2 crore ഒക്കെ പോകുന്ന IIMs ഉണ്ട്. +2 കഴിഞ്ഞിട്ട് കയറാൻ പറ്റുന്ന മെയിൻ IIM എന്ന് പറയുന്നത് കമ്പയർ ടു IITs ആയാലും NITs ആയാലും IIMസിൻ്റെ പ്ലേസ്മെൻറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് മച്ച് ഹയർ തന്നെയാണ്. ഹേ ദേ ആം യുവർ ഫ്രണ്ട് ഷെമി KP. അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബിലൊരു പ്ലേലിസ്റ്റ് എനിക്ക് ഉണ്ടാക്കണം. ഈ പ്ലേലിസ്റ്റ് ഒരു 10ാം ക്ലാസ്സിലോ ഒരു +2ലോ പഠിക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു കുട്ടിയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു നീറ്റോ ജെയോ മാത്രം അറിയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേലിസ്റ്റ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. ബട്ട് ടുഡേ അതിലെ ഫസ്റ്റ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IP മാറ്റ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് IIMസിലോട്ട് എങ്ങനെ കയറാമെന്നാണ്. IITയും എയിംസ് മാത്രമല്ല IIMസിലോട്ട് എങ്ങനെ കയറാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ IIM എന്ന് പറയുന്നത് എന്താ സംഭവം? IIM ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആർക്കും അങ്ങനെ IIMs എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ JEE എഴുതിയിട്ട് IITസിലോട്ട് കയറാൻ നോക്കും, റൈറ്റ്? IIT എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രാജ്യത്തിലുള്ള. അതുപോലെ തന്നെ നീറ്റ് യൂസ് ചെയ്തിട്ട് എയിംസിലോട്ട് കയറാൻ നോക്കുന്നുണ്ട് കുട്ടികൾ. ഭയങ്കര പ്രെവലൻ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഇതാണ്. എയിംസ് എന്ന് പറയുന്നത് മെഡിസിൻ്റെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ IIM എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ്. IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന പോലെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു കമ്പനിയുണ്ട്, ഓക്കെ? ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഒരുപാട് ഇൻട്രിക്കസീസും ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല. അപ്പോൾ അതിനകത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിനകത്ത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിനകത്ത് HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്ന എന്ന് വെച്ചാൽ പുതിയ എംപ്ലോയീസിന് കയറ്റുന്ന HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം അതുപോലത്തെ അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫൈനാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അവരുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. ഇതിന് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ഈ കമ്പനീസ് തപ്പുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് IIMs ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ IIM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏത് എൻട്രൻസ് എക്സാം എഴുതിയാലാണ് IIM കയറാൻ കഴിയുക? അപ്പോൾ ശരിക്കും IIMൽ കയറാൻ ഒരു ട്രഡീഷണൽ പാത്തും ഒരു പുതിയ പാത്തുമാണ് വന്നിട്ടുള്ളത്. ട്രഡീഷണൽ പാത്ത് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ IIMലോട്ട് കയറുന്നത് MBA ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ? മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതിനോട്ടുള്ള ഒരുപാട് കാലങ്ങളായിട്ട് CAT എന്ന് പറയുന്ന ഒരു എക്സാമിലൂടെയാണ്. CAT എന്ന് പറയുന്ന എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എടുക്കുന്ന ആ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3rd ഇയറിൽ CATന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം 22 IIM ഉണ്ട്, ഇതിനകത്തോട്ട് കയറാൻ പറ്റും. ഇതാണ് ട്രഡീഷണൽ പാത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാത്ത് എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IP മാറ്റ് എന്ന് പറയുന്ന ഏകദേശം 3 എക്സാം, IP മാറ്റ് ഇൻഡോർ, IP മാറ്റ് റോത്തക്ക്, അതുപോലെ തന്നെ ജിപ് മാറ്റ്. ഈ 3 എക്സാംസാണ് നിങ്ങൾക്ക് 12th കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇതിലൂടെയാണ് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IIMസിലോട്ട് കയറാൻ പറ്റുക. അപ്പോൾ 2 രീതികളാണുള്ളത്, CATും അതുപോലെ തന്നെ IP മാറ്റും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് IP മാറ്റിനെ പറ്റിയിട്ടാണ്. IPMAT എഴുതുകയാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സിലായിരിക്കും അഡ്മിഷൻ കിട്ടുക? ഓക്കെ, ഇവിടെയാണ് IPMAT അല്ലെങ്കിൽ IP മാറ്റ് ഷോർട്ട് ഫോമിൽ ഇങ്ങനെയും പറയാം. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ എഴുതാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുക്കാം, IIM ഇൻഡോറിൻ്റെ എടുക്കാം. ഈ IP മാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് IPM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാഡ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാഡ് ഡിഗ്രിയും, നമ്മൾ നാട്ടിൽ സാധാരണ ഡിഗ്രിയും PGയും ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ആയിട്ട് കിട്ടുന്ന പ്രോഗ്രാം എന്നാണ് IPMൻ്റെ അർത്ഥം, അതും മാനേജ്മെൻറ്റിനകത്ത്. അപ്പോൾ IPM കഴിഞ്ഞിട്ട് AT എന്നൂടെയാണ്. AT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനോട്ട് കയറാനുള്ള എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് IP മാറ്റിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ ആദ്യം നിങ്ങൾ എക്സാം എഴുതി, എക്സാമിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തു, അതിൻ്റെ ശേഷം ഇൻ്റർവ്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ കയറാൻ പറ്റും? നിങ്ങൾക്ക് IP മാറ്റ് ഇൻഡോറാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IIM ഇൻഡോറിൽ അല്ലെങ്കിൽ IIM റാഞ്ചിയിൽ അല്ലെങ്കിൽ കുറച്ച് IIMs കൂടെയുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ IIM ഇൻഡോറിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ BA ഇൻ മാനേജ്മെൻറ്റ് ഡിഗ്രിയും അതുപോലെ തന്നെ 2 കൊല്ലത്തെ MBA ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുക. IIM റാഞ്ചിയിലാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തെ BBAയും 2 കൊല്ലത്തെ MBAയും ആണ് ഉണ്ടാവുക. ഇതേ സെയിം
രീതിയാണ് IIM ജമ്മുവിലും അതുപോലെ തന്നെ IIM ബോധ്ഗയയിലുള്ളത്. ഇങ്ങനെ തന്നെ IIM സിർമോറും ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ IIM സിർമോറിലാണ് ഇരിക്കുന്നത്. IIM സിർമോറിൻ്റെ ആക്ച്വലി BMS പ്രോഗ്രാമാണ്, 4 ഇയറിൻ്റെ BMS പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയും സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് IPMAT എഴുതി കഴിഞ്ഞാൽ IIM കോഴിക്കോട് കയറാൻ പറ്റുമോ? ദ തിങ് ഈസ് ദാറ്റ് IIM കോഴിക്കോടിൽ ഇപ്പോൾ MBA മാത്രമേ ഉള്ളൂ. +2 കഴിഞ്ഞിട്ട് കയറാൻ പറ്റുന്ന അണ്ടർ ഗ്രാഡ് ഡിഗ്രീസ് ഒന്നുമേ ഇല്ല. ഈ +2 കഴിഞ്ഞിട്ട് കയറാൻ പറ്റുന്ന മെയിൻ IIM എന്ന് പറയുന്നത് IIM ഇൻഡോറാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കേണ്ടതും IIM ഇൻഡോറാണ്. പിന്നെ നമുക്ക് കയറാൻ പറ്റുന്ന IIM എന്ന് പറയുന്നത് IIM റാഞ്ചിയാണ്. പിന്നെയുള്ളത് IIM റോഹ്തക്കാണ്. പിന്നെയുള്ളത് IIM ബോധ്ഗയാണ്. പിന്നെയുള്ളത് IIM ജമ്മു ആണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് IIM സിർമോറിലെ BMS പ്രോഗ്രാമാണ്. BMS മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു ഡിഗ്രിയും പ്ലസ് PG എന്ന് വെച്ചാൽ MBA വരെ ഫുൾ ഒപ്പം തരുമ്പോൾ BMS എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രിയാണ് IIM സിർമോറിൻ്റെ. പിന്നെ നമുക്ക് കയറാൻ പറ്റുന്നത് IIM അമൃത്സറാണ്. ഇതിപ്പോൾ ന്യൂ ആയിട്ട് തുടങ്ങാൻ പോവാണ്. ഈ വർഷം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത വർഷം അവരും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോമൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒറ്റ ബാച്ചും ഇല്ല, ഇനിയൊരു പുതിയ ബാച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ 7 IIMs ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെയാണ് ഓഫ്ലൈനായിട്ട് പ്രോഗ്രാം ഉള്ളത്. ഇനി ഒരു IIM കൂടിയുണ്ട്, IIM ബാംഗ്ലൂർ. ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ IIM ആണ്. പക്ഷേ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. IIM ബാംഗ്ലൂർസ് BBA ഇൻ ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ഉണ്ട്. ഇതിനും ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമാണ്. IPMAT എക്സാമിൻ്റെ സിലബസും സ്ട്രക്ചറും ഒന്ന് പറഞ്ഞു തരാമോ? IPMATൽ ബ്രോഡായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ IPMAT ഇൻഡോറാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ IPMAT ഇൻഡോറിനകത്ത് 2 സബ്ജക്റ്റാണ് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തത് വെർബൽ എബിലിറ്റിയും രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 2 സെക്ഷൻ ഉണ്ട്, MCQ ഷോർട്ട് ആൻസറും. ഓക്കെ, അപ്പോൾ വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ സ്കിൽഡ് ആവാൻ ശ്രമിക്കുക, അതിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു സംഭവമാണ് വെർബൽ എബിലിറ്റിയിൽ കിടക്കുക. പിന്നെ മറ്റ് 2 സെക്ഷൻസ് രണ്ടും മാത്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാത്സ് തന്നെയാണ്. അതിൻ്റെ MCQവിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഷോർട്ട് ആൻസറിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ 45 മിനിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ആകുന്നത്. ഇനി IIM റോഹ്തക്കിലും അതുപോലെ തന്നെ ജിപ്മാറ്റിലും ഒരു എക്സ്ട്രാ സെക്ഷൻ കൂടിയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ സെക്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ മറ്റേ PSCയിലേക്ക് വരുന്ന ചോദ്യമില്ലേ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ മകൻ്റെ മോളെ പേര് ഇതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ ഇവൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറേ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ഒരു സെക്ഷന് കൂടി നിങ്ങൾക്ക് ജിപ്മാറ്റിലും അതുപോലെ തന്നെ IIM റോഹ്തക്കിൻ്റെ ടെസ്റ്റിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ IPMAT എങ്ങനെയാണ് നീറ്റ് JEEയേക്കാളൊക്കെ ഹാർഡായിരിക്കുമോ? ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആൻസറാണ്. പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ നീറ്റിൻ്റെ JEEയുടെയും സിലബസ് വളരെ വാസ്റ്റാണ്. ഒരിക്കലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നിങ്ങൾക്ക് കട്ട് ഓഫ് ഒന്നും ക്ലിയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ IPMATൻ്റെ കേസിൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആളുകളും അതുപോലെ തന്നെ കോളേജിൽ തന്നെ എത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPMAT മച്ച് ഈസിയർ ആണ് JEE നീറ്റിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ സെലക്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ JEE നീറ്റിനേക്കാൾ കുറവ് സീറ്റ് നമുക്ക് IPMATന് അല്ലെങ്കിൽ IPMന് ഓൾ ഓവർ എല്ലാ IIMസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPMATന് ഇൻ്റർവ്യൂ ഉണ്ട്. എക്സെപ്റ്റ് IIM ബോധ്ഗയും IIM ജമ്മുവും. ജിപ്മാറ്റിലൂടെ എഴുതി കിട്ടുന്ന IIMസിനകത്ത് ഇതില്ല, ഇൻ്റർവ്യൂസ് ഇല്ല. ഷമീം എങ്ങനെയാണ് IPMATന് പ്രിപ്പയർ ചെയ്തത്? ഓക്കെ, ഞാൻ ഒരു +2 +1 കാലഘട്ടത്തിൽ എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നീറ്റ് എനിക്ക് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായ ബയോളജി ഇഷ്ടമാണെന്ന് കരുതിയിട്ട് ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു കരിയർ പാത്വേ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിന് എൻ്റെ കോമ്പറ്റൻസ് മേ ബി ഞാൻ മറ്റെല്ലാവരേക്കാളും എനിക്ക് ബെറ്റർ ബയോളജി ഉണ്ടായിരിക്കണം എന്നില്ല. മറ്റെല്ലാവരേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഫിസിക്സ് ഭയങ്കര ബെറ്റർ ആയിക്കൊള്ളുന്നില്ല. മറ്റെല്ലാവരേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ മേ ബി എൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബെറ്റർ ആയിക്കൊള്ളുന്നില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ ഒരു ക്രാഷ് കോഴ്സ്, ഞാൻ യൂണിവേഴ്സിറ്റി കോട്ടക്കിൽ ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുമ്പോഴാണ്
ഞാൻ ഞാൻ ഏകദേശം എല്ലാ എക്സാമിനും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാനലിലെ മെയിൻ തീം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏകദേശം എല്ലാ എക്സാംസിനും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ട് ഏതിലാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റും കോമ്പറ്റൻസും രണ്ടും ഒപ്പം വരുന്ന ആ ഒരു കരിയർ പാത്വേ ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാത്തിനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ പി മാത്സും അതിനകത്ത് ഒന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ക്രാഷ് കോഴ്സിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ പെരുന്നാളിൻ്റെ വെക്കേഷൻ, ഈദിൻ്റെ വെക്കേഷൻ വന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആഫ്റ്റർ ബോർഡ്സ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അവരുടെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അവരുടെ വീഡിയോസിൽ നിന്നാണ് എനിക്ക് ഈ ഒരു എക്സാം ഇത്ര ബുദ്ധിമുട്ടൊന്നും അല്ല, കാരണം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടില്ല. ഇൻ്റർവ്യൂ വരെ എത്താൻ ഈസിയാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ ഒ ബി സി അല്ലെങ്കിൽ എസ് ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇൻ്റർവ്യൂ വരെ എത്തിയാൽ മതി. ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾ കയറ്റുന്ന കാര്യം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെക്കേഷനിൽ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ മോക്ക് ഞാൻ ഒന്നും പഠിക്കാതെ തന്നെ ചെയ്തു. അപ്പോൾ അന്നുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ബോർഡ്സിൻ്റെ മോക്കാണ് യൂസ് ചെയ്തത്, മോക്ക് 1. ആഫ്റ്റർ ബോർഡ്സ് എന്ന് പറയുന്നത് ഇതുപോലൊരു മോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ബോർഡ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിൻഡ് കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെർബൽ എബിലിറ്റിയുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മറ്റ് 2 കട്ട് ഓഫ് ഏതിൻ്റെ മാത്സിൻ്റെ 2 കട്ട് ഓഫ് എൻ്റെ ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഹോപ്പ് വന്നു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു നീറ്റിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റും, കാരണം ഞാൻ സ്കൂളിനകത്ത് ഹെഡ് ബോയ് ആയിരുന്നു, അതുപോലെ തന്നെ പല ലീഡർഷിപ്പ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തായിരുന്നു, എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് മെഡിസിനിലും വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്, ഏത് മാനേജ്മെൻറ്റ് രംഗത്തും ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തും വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കോമ്പറ്റൻസ് എനിക്കിപ്പോൾ എൻട്രൻസ് എഴുതി അങ്ങ് കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇതിനകത്തെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തു. ഇതിനകത്ത് കുറേ മോക്സ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ്, ആഫ്റ്റർ ബോർഡ്സിനകത്തുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇമ്പ്രൂവ് ആയി. ഞാൻ ഫുൾ മോക്സ് കൊടുത്തിട്ട് ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഇൻഡോറിൻ്റെ കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് റാഞ്ചിയുടെ കട്ട് ഓഫ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പോയി. ഇൻ്റർവ്യൂവിനകത്ത് കുറേ 11th and 12th ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. പക്ഷേ ബ്രാഞ്ചിയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് വെറും 60 സീറ്റാണ്. പക്ഷെ എനിക്ക് അതിലോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ബാംഗ്ലൂരിൻ്റെ ഒരു ഓൺലൈൻ ഡിഗ്രി ഉണ്ടായിരുന്നു, BBA ഇൻ ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. അതിലോട്ട് എനിക്ക് എത്താൻ കഴിഞ്ഞു. ഒരു IIMൻ്റെ ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രസ്റ്റീജ് ഉണ്ട്. സോ അത് ഞാൻ എൻറോൾ ചെയ്തു. പക്ഷേ പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ഡിഗ്രി എത്രത്തോളം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ ഡൗട്ടായി. അതിനുശേഷമാണ് സിർമോറിൻ്റെ നമ്മുടെ രജിസ്ട്രേഷൻ ലിങ്ക് വന്നത്. അത് ഞാൻ രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവിടെ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഇവിടെ സിർമോറിൽ എത്തിയത് ഗൈസ്. ഷമീം 11th 12th ഒക്കെ ആയിരുന്നപ്പോൾ കരിയറിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്ത് ഗൈഡൻസ് ആയിരിക്കും ആഗ്രഹിച്ചിരുന്നത്? ഞാൻ 11th 12th ആയിരുന്നപ്പോൾ എനിക്ക് കുറേ ഗൈഡൻസ് കിട്ടാത്തതായിട്ട് എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഈ ഗൈഡൻസ് എനിക്ക് കിട്ടില്ല, ഓക്കെ, എൻ്റെ ജൂനിയേഴ്സിനെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പല പല കരിയർ ഓപ്ഷൻസിനെ പറ്റിയുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരെ മുന്നിൽ കൊടുക്കണമെന്നൊക്കെ എൻ്റെ ആ ഒരു ആഗ്രഹമാണ്. ഞാനാണ് നിങ്ങളുടെ സൈഡിലിരിക്കുന്നത്, എൻ്റെ 11th 12th പാസ് സെൽഫാണ് ആ സൈഡിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്തുള്ളതെന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാനൊരു കരിയർ കൗൺസിലിംഗ് സംഭവം കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതുപോലെ കൺഫ്യൂസ്ഡ് ആണ്, എൻ്റെ അതേ സ്ഥാനത്ത് ഞാൻ പണ്ടുണ്ടായിരുന്ന അതേ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ വെറും 199 റുപ്പീസിന് എൻ്റെ കൂടെ നിങ്ങൾക്കൊരു സെഷൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിൻ കോമെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ കരിയർ കൗൺസിലിങ്ങിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇതിന് കരിയർ കൗൺസിലിംഗ് ഒന്നും പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമില്ല. കാരണം ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ വളരെ നല്ല രീതിയിൽ, എനിക്ക് എന്നെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെ എൻ്റെ അതേ സ്റ്റേറ്റിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കുട്ടിയെ എനിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000ways.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആക്ച്വലി ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നെയിമും നമ്പറും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. IPMATൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക? എൻ്റെ ആയം റാഞ്ചിയുടെ ഇൻ്റർവ്യൂവിനകത്ത് എനിക്കൊരു മാത്സ് പ്രൊഫസറെയാണ് ഒരാളെ കിട്ടിയത്. മറ്റാളെന്തോ HR പ്രൊഫസർ എന്തോ ആയിരുന്നു തോന്നുന്നു. മാത്സ് പ്രൊഫസറെ കിട്ടിയത് കാരണം തന്നെ എന്നോട് ഒരുപാട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ആൻസർ ചെയ്തായിരുന്നു. പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷൻ എത്തിയിട്ടില്ലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എനിക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടിയില്ലായിരുന്നു. എനിക്ക് IIM സിർമോറിൽ കിട്ടി. എന്നാലും IIM റാഞ്ചിയിൽ IIM എന്തോറിലൊക്കെ കിട്ടാത്തൊരു ചെറിയ റിഗ്രറ്റ് എനിക്കുണ്ട്. പക്ഷേ ആ റിഗ്രറ്റ് നിങ്ങൾക്ക് പാടില്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ചോദിക്കുന്നത് നമ്പർ 1 അക്കാഡമിക്സ് തന്നെയാണ്. നിങ്ങൾ +1 +2 എന്താണോ പഠിച്ചത് ആ സംഭവം ചോദിക്കും. പിന്നെ കറണ്ട് അഫെയർസ് ചോദിക്കും. സ്റ്റാറ്റിക് GKയും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന GK രണ്ടും ചോദിക്കും. ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പിന്നെന്താ അക്കാഡമിക്സ് ഉണ്ട്, ന്യൂസ് കറണ്ട് അഫെയർസ് ഉണ്ട്, GK ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ CV നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവറോൾ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബ്രോഡായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ മെയിനായിട്ടുള്ള മെയിനായിട്ട് നിങ്ങളൊരു ഇംപ്രഷൻ എന്താണെന്നാണ് അവർ സത്യം പറഞ്ഞാൽ അനലൈസ് ചെയ്യുക, ഈ ഒരു നോളജ് സംഭവത്തെക്കാൾ കൂടുതലും. ഈ കോഴ്സ് ആർക്കായിരിക്കും ബെനിഫിറ്റ് ചെയ്യുക? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് നല്ലൊരു ലീഡർഷിപ്പ് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ആ ഒരു മാനേജ്മെൻറ്റ് ഏരിയയിൽ എനിക്ക് കുറച്ചൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് വിചാരിച്ചത് കാരണമാണ് ഇതെൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാർക്കറ്റിങ്ങോ ഫൈനാൻസോ HR ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ആസ് എ ഹോൾ മാനേജ് ചെയ്യുന്ന സംഭവത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സയൻസ് സ്റ്റുഡൻസിന് IPMAT എക്സാം എഴുതാൻ കഴിയുമോ? ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ആർട്സ് ആയാലും ഏത് സ്ട്രീമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് IPMAT രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു നോൺ മാത്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാത്സ് പഠിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരും. നിങ്ങളുടെ ബോർഡ്സിൽ മാത്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. മാത്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട മാത്സ് ഒന്നും ഇല്ല. ഇവിടെ +2 മാത്സ് ഇല്ലാതെ IIMസിൽ കയറി വരുന്ന ഒരുപാട് പേരുണ്ട്. പഠിച്ചെടുക്കാൻ പറ്റുന്ന 10ാം ക്ലാസ്സിലെ ഏകദേശം ലെവൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ചൊന്ന് മേലോട്ട് കയറുന്നതും അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. ഈ IIMലെ ഫീസൊക്കെ ഹൈ ആവാൻ കാരണം എന്തായിരിക്കും? ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു പാരഡോക്സിക്കൽ സംഭവമായിട്ട് ആളുകൾക്ക് തോന്നാറുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് എൻട്രൻസ് ഒക്കെ കയറി വന്നിട്ടും ഇത്രയും ഹൈ ഫീ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. ഹൈ ഫീ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ IIM ഇൻഡോറിൽ 5 വർഷത്തേക്ക് ഏകദേശം 30 lakhs ഏകദേശം എടുത്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫീ ആളുകൾ പേ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം IIM ഇൻഡോറിൽ 5 വർഷത്തെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഓൺ ആവറേജ് ആൾക്കാർക്ക് കിട്ടുന്നത് 30 lakhs per annum ആണ്. ഒരു വർഷം 30 ലക്ഷം വാർഷിക ശമ്പളം വരുന്ന ജോലികൾ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 5 വർഷത്തേക്കാണ് നിങ്ങൾ 30 lakhs പേ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ആളുകൾ റെഡിയാണ്. കാരണം IIM എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ആളുകൾക്ക് ഫീ കൊടുക്കാൻ റെഡി ആയത് കാരണമാണ് ഇത്ര വലിയൊരു ഫീ അവർ വെക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് അവിടെയുണ്ട്, ആളുകൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീയിലൂടെ പോകുന്നുണ്ട്. IIMൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IIM സ്വന്തമായിട്ടുള്ള ഫൈനാൻസ് എല്ലാം സ്വയമായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും സ്വന്തമായിട്ടാണ് പൈസ ഉണ്ടാക്കുന്നതും പ്രൊഫസേഴ്സിന് കൊടുക്കുന്നതല്ല. പക്ഷേ IITയിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് പ്രൊഫസേഴ്സിന് പേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹൈ ഫീ വർത്തിറ്റാണോ എന്നുള്ളത്, നിങ്ങൾ IIM ഇൻഡോറിലാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വർത്തിറ്റാണെന്നാണ്. പക്ഷേ IIM റാഞ്ചി ആണെങ്കിൽ പോലും ഏകദേശം വർത്തിറ്റായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷേ ഇവിടെ എല്ലാവരും സ്വന്തം പോക്കറ്റിൽ നിന്ന് 30 ലക്ഷം എടുത്തല്ല കൊടുക്കാറ്. SBI സ്കോളർ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാറ്, നമുക്കൊരു കൊളാറ്ററലൊക്കെ വെക്കണം. നമ്മളൊരു സംഭവം
കൊളാട്രലായിട്ട് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ലോൺ തരികയുള്ളൂ. പക്ഷേ IIMന്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു റൂമിൽ വന്നിട്ട് ബാങ്കുകാർ ഇരിക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ പേരും കുറച്ച് ഒരുപാട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളാട്രലോ ഒന്നുമില്ലാതെ ഓൺ സ്പോട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും, സ്കോളർ ലോൺ. ഇതിന് ഇൻട്രസ്റ്റ് റേറ്റും സാധാ ലോൺസുമായിട്ട് കമ്പയർ ചെയ്താൽ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമേ ഈ ഒരു ലോൺ നിങ്ങൾക്ക് കിട്ടുള്ളൂ, SBIൻ്റെ സ്കോളർ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെ ലോൺ എടുക്കാറാണ്. ഇപ്പോൾ ഞാൻ IIM ഇൻഡോറിൻ്റെ ആവറേജ് പ്ലേസ്മെൻറ്റ് വാർഷിക ശമ്പളം കിട്ടുന്നതെന്ന് വെച്ചാൽ അവസാനം കിട്ടുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 30 lakh ആണെന്നുണ്ടെങ്കിൽ IIM റാഞ്ചിയുടെ അത്ര വരുന്നല്ല, 18-20 lakhs ആണ്. IIM സിർമോറിൻ്റും 16 ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിസ്ക് കാൽക്കുലേഷൻ നിങ്ങൾ സ്വയം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഫീ കൊടുത്തിട്ട് പഠിക്കാൻ ആഗ്രഹമില്ലാത്തവർ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇത്രയും ഫീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്കം ഉണ്ടെന്ന് IIM ഇൻഡോറിൻ്റെ കേസിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയും ഒരുപാട് റൂട്ടുകളുണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് IIMനേക്കാളും ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്ത് ബെസ്റ്റായിട്ടുള്ള കോളേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് എന്താണ് നമ്മുടെ ഷഹീദ് സുഖ്ദേവ് കോളേജ് ഓഫ് ബിസിനസ്, ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. CUET കയറാം. അവിടെയും ആവറേജ് പ്ലേസ്മെൻറ്റ് അറൗണ്ട് 10 lakh ഒക്കെയാണ് വരുന്നത്. UG കഴിഞ്ഞ ഉടനെ, ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ്. മറ്റേതൊക്കെ PGയും കഴിഞ്ഞിട്ടാണ് ഈ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഞാൻ നേരത്തെ ഉള്ളതും പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ SRCC ഉണ്ട്, CUETയിലൂടെയാണ് SRCCയിൽ കയറുക. അതുപോലെ തന്നെ ദീൻ ദയാൽ എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ട്. ഇതെല്ലാം ബെസ്റ്റ് കോളേജസ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ഡിഗ്രിക്ക് നിങ്ങൾ ഈ ഒരു കോളേജസാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗോൾ വെക്കേണ്ടത്. നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വലിയൊരു റിഗ്രറ്റാണ് ഞാൻ CUET അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇതുപോലത്തെ കോളേജസൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയാത്തതെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. ഇനി ഇതാണ് നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിൽ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് PGയും തീരെ ഫീ ഇല്ലാതെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാറ്റിലൂടെ IIMലോട്ട് കയറുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം 20 lakh 22 lakh ഫീ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് 30 lakhൻ്റെ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതും നിങ്ങൾക്ക് കുറഞ്ഞ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് FMS ഡൽഹിയിലോട്ട് കയറാൻ പറ്റും. ഇതൊരു MBA കോളേജാണ്. ഇവിടെ വെറും 2 lakhൽ നമ്മുടെ IIMs എന്ത് കൈൻഡ് ഓഫ് പ്ലേസ്മെൻ്റ് ആണ് 2 വർഷം കഴിഞ്ഞിട്ട് തരുന്നത്, ഏകദേശം 30 lakhs per annum അടുത്തൊക്കെ വരുന്നത്. അത് ഇവിടെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. FMS ഡൽഹിയിൽ വെറും 2 ലക്ഷം ഫീ കൊടുത്തിട്ട് 2 കൊല്ലം പഠിച്ചാലും നിങ്ങൾക്ക് ആ സെയിം എന്ത് കിട്ടുന്നു, ആ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇതാണ് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഏകദേശം ഇക്വലൻ്റ് ആയിരിക്കും. പക്ഷേ IIMൻ്റെ ആ ഒരു ടാഗ്, ആ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല. IIT എന്നൊക്കെ പറയുന്ന പോലെ IIMൻ്റെ ഒരു ടാഗ് നിങ്ങൾക്ക് കിട്ടില്ല. ബട്ട് ഏകദേശം മോണിറ്ററി ഔട്ട്കംസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം കിട്ടും. ഈ IIMസിൽ 30 ലക്ഷം 18 ലക്ഷം അങ്ങനെ ആവറേജ് പാക്കേജസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആവറേജ് പാക്കേജസ് ആണ് മെൻഷൻ ചെയ്തത്. ഹയസ്റ്റ് പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹയസ്റ്റ് ഇയർലി പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 crore 1.2 crore ഒക്കെ പോകുന്ന IIMസും ഉണ്ട്. ഓൾഡ് IIMസും അതുപോലെ തന്നെ IIM ഇൻഡോറിനകത്തും ഏകദേശം 1 crore മേലെ പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോസ്റ്റ് ടു കമ്പനിയാണ്. കമ്പനിക്ക് ഈ ഒരു എംപ്ലോയിയിൽ വരുന്ന കോസ്റ്റാണ്. ഇതിനകത്ത് വേറെയും കുറേ കോമ്പണൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഇൻ ഹാൻഡ് സാലറി, കയ്യിൽ കിട്ടുന്ന വെച്ചാൽ ബാങ്കിൽ വരുന്ന ഇൻ ഹാൻഡ് നമ്പർ സാലറി എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിൻ്റെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പാക്കേജിൻ്റെ 60-70% വരുള്ളൂ. 100% നിങ്ങൾക്ക് ബാങ്കിൽ ക്യാഷ് ആയിട്ടല്ല വരുന്നത്. ചിലത് നിങ്ങൾക്ക് കമ്പനിയുടെ സ്റ്റോക്കായിട്ട് കിട്ടും, ചിലത് നിങ്ങൾക്ക് ചില അലവൻസസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. പക്ഷേ കമ്പയർ ടു മെനി അതർ കരിയർ ഓപ്ഷൻസ് സ്റ്റിൽ IIM ഇൻഡോറിലൊക്കെ 100% പ്ലേസ്മെൻറ്റ് റേറ്റ് തന്നെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ IIMസിലും ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ വന്നെങ്കിലും ഇപ്പോൾ ഏകദേശം ജോബ് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയപ്പോൾ പോലും 100% പ്ലേസ്മെൻറ്റ് റേറ്റ് ഓൾമോസ്റ്റ് എല്ലാ IIMസിനും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. കുറച്ചൊന്ന് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും പ്ലേസ്മെൻറ്റിന്. അപ്പോൾ കമ്പയർ ടു IITs ആയാലും NITs ആയാലും IIMസിൻ്റെ പ്ലേസ്മെൻറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത് മച്ച് ഹയർ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ IP മാറ്റിനെ പറ്റി ഒരു ബ്രോഡായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി IIMസിനെ പറ്റിയിട്ടും IPMനെ പറ്റിയിട്ടും സ്പെസിഫിക് ആയിട്ട് കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് മറ്റ് കരിയർ ഓപ്ഷൻസിനെ പറ്റിയിട്ടും വീഡിയോസ് ഉണ്ടാക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു കരിയർ കൗൺസിലിംഗ് സെഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടെൽ ആൻഡ് ടേക്ക് കീപ് സ്മൈലിംഗ് ഗൈസ്.